സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ പനി ബാധിച്ച് മരിച്ചത് 3 പേരാണ്. 1,00,000-ലധികം പേർ ചികിത്സ തേടിയെന്നതാണ് ഔദ്യോഗികമായ കണക്ക്. പനിക്കണക്ക് പുറത്തുവിടാതിരുന്നതിനാൽ ഇതുവരെയും സർക്കാർ ഔദ്യോഗികമായ വിശദീകരണം നൽകിയിട്ടില്ല. TS ഹരികൃഷ്ണയാണ് തിരുവനന്തപുരത്ത് ചേർന്നത്. ഔദ്യോഗിക കണക്ക് എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. ഔദ്യോഗികമായ കണക്കാണോ അതോ നമ്മൾ ശേഖരിച്ച കണക്കാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പനി വ്യാപനം അതിരൂക്ഷമാകുമ്പോൾ, മരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമ്പോൾ സർക്കാർ ഇങ്ങനെ രഹസ്യമായി പൂഴ്ത്തിവെക്കുന്നത്? ജൂൺ 30-നായിരുന്നു നേരത്തെ പനിക്കണക്കുകൾ ആരോഗ്യവകുപ്പ് അപ്ഡേറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം വരെയും അപ്ഡേറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പനിക്കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്നുള്ള തരത്തിൽ വാർത്തകൾ വരികയും ചെയ്തത്. ഇന്നിപ്പോൾ ജൂലൈ 1 മുതൽ ഇന്ന് വരെയുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കണക്കുകൾ കാണുമ്പോൾ തന്നെ വളരെ ആശങ്ക ഉളവാക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം ഈ ജൂൺ 1 മുതൽ 6 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 66,880 പേർ ഈ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഇന്ന് ഓരോ ദിവസവും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ 7 ദിവസത്തെ കണക്കുകളിൽ ഓരോ ദിവസവും നോക്കുകയാണെങ്കിൽ 10,000-ന് മുകളിലാണ് ഓരോ ദിവസവും രോഗം ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം. ഇന്നത്തെ കണക്കുകൾ ഞാൻ ചുരുക്കി പറയാം. ഇതിൽ തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ഈ 4 ജില്ലകളിൽ 1000-ന് മുകളിലാണ് രോഗികളുടെ എണ്ണം. തിരുവനന്തപുരത്ത് 1,163 പേർക്ക് രോഗം ബാധിച്ച് ചികിത്സ തേടി. തൃശ്ശൂർ 1,006, മലപ്പുറത്ത് 1,749, കോഴിക്കോട് 1,239. ഇത് മാത്രമല്ല, ഈ ഒരാഴ്ചക്കിടെ 3 പേർ പനി ബാധിച്ച് മരിക്കുകയും ചെയ്തു. H1N1 പനി 42 പേർക്ക് ഒരാഴ്ചക്കിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കിടയിലല്ല, ഇന്ന് മാത്രം 42 പേർക്ക് H1N1 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് മാത്രം സംസ്ഥാനത്ത് 159 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസവും കഴിയുന്തോറും പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. മരണസംഖ്യ, അതായത് ഈ ഒരാഴ്ചക്കിടെയുള്ള കണക്കുകൾ, കഴിഞ്ഞ മാസത്തെ കണക്കുകൾ നോക്കണമെങ്കിൽ ഏകദേശം ഒരു 70-75 പേർ അടുപ്പിച്ച്, കൃത്യമായ കണക്ക് ഓർക്കുന്നില്ല, 75ഓളം പേർ മരിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത്യന്തം ഗൗരവതരമായ സാഹചര്യമാണ്. മരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിദിന രോഗികളുടെ എണ്ണം കൂടി. ഇത് സർക്കാർ ആശുപത്രിയിലെ മാത്രം കണക്കാണോ അതോ സ്വകാര്യ ആശുപത്രിയിലെയും കണക്ക് കൂട്ടിച്ചേർത്താണോ സർക്കാർ ഈ പ്രതിദിനം 10,000-ന് മുകളിൽ രോഗികൾ ഇപ്പോൾ എന്ന് പറയുന്നത്? ആരോഗ്യവകുപ്പ് DHSന്റെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന കണക്കുകളാണ്. ആ കണക്കുകൾ നമ്മൾ ഓരോ ദിവസത്തെയും കണക്കുകൾ കൂട്ടിയെടുത്ത് ഒരാഴ്ച ഇത്ര പേർ രോഗം ബാധിച്ച് ചികിത്സ തേടി എന്നുള്ള തരത്തിലാണ് നമ്മൾ ആ കണക്കുകൾ, ഈ 66,000-ന് മുകളിൽ ഇത്രയും പേർ ചികിത്സ തേടി എന്ന് പറയുന്നത് ഈ ഒരാഴ്ചത്തെ കണക്കാണ്. അത് DHSന്റെ, അതായത് ആരോഗ്യവകുപ്പ് DHSന്റെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത കൃത്യമായ കണക്കാണ്. മരണവും ഇതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. H1N1, ഡെങ്കിപ്പനി, പിന്നെ മറ്റു രോഗങ്ങൾ, ഇതെല്ലാം തന്നെ DHSന്റെ സൈറ്റിലാണ് വരുന്നത്. ഈ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത കണക്കുകളാണ് നമ്മൾ ഈ അത് സ്വകാര്യ ആശുപത്രി കണക്ക് കൂടിയാണ് എന്ന് കരുതേണ്ടതുണ്ടോ അതോ സർക്കാർ ആശുപത്രി മാത്രമാണ്? ഇല്ല, സർക്കാർ ആശുപത്രിയിലെ കണക്കുകളാണ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുക. അതായത് ചുരുക്കത്തിൽ ഇതിന്റെ ഇരട്ടി വരാം ഒരു പക്ഷേ, അല്ലേ? അതെ, രോഗം ബാധിച്ച് ചികിത്സ തേടിയാണ്. സ്വകാര്യ ആശുപത്രിയിലെ കണക്കുകൾ കൂടി ശേഖരിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം വരാം. ശരി, വളരെ ഗൗരവതരമായ സാഹചര്യമാണ്. പക്ഷേ കൃത്യമായി ആ കണക്കുകൾ ക്രോഡീകരിച്ച് പുറത്തേക്ക് വരാത്തത് എന്താണ് എന്നൊരു വിശദീകരണമൊന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. മാത്രമല്ല, സ്വകാര്യ ആശുപത്രിയും സാഹചര്യങ്ങളും ആ കണക്കുകളും ഒക്കെ ശേഖരിക്കാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ, എന്താണ് യഥാർത്ഥ സ്ഥിതി എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തതയും വിശദീകരണവും ആവശ്യമായി വരുന്നു. TS ഹരികൃഷ്ണയാണ് ആ വിവരങ്ങൾ നൽകിയത്.